ആസ് ഫോർ ദ വെരി ഫസ്റ്റ് മീൽ ഓഫ് ദ ഡേ നമ്മളിപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാക്രോ ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്. ആ ടാർഗറ്റ് എങ്ങനെയും അച്ചീവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എന്ന് പറയുമ്പോൾ കാർബും അതെ, പ്രോട്ടീനും അതെ, ഫാറ്റ്സും അതെ. നമുക്കിപ്പോൾ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ബീഫ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡയറ്റിൽ ഒരു ബഡ്ജറ്റിൽ പോകാൻ വേണ്ടി കൂടുതലും നാട്ടിലെ ഒരു സിറ്റുവേഷൻ വെച്ച് നമ്മുടെ അവൈലബിലിറ്റി വെച്ച് ഇത് അത്ര വലിയ ഡെവലപ്ഡ് ഏരിയ ഒന്നുമല്ല എൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ആണെങ്കിലും ഹോൾ ചിക്കൻ ആയിട്ട് തന്നെ മേടിക്കണം. മുട്ട ഇതൊക്കെയാണ് ഈസിലി അവൈലബിൾ. ബാക്കിയെല്ലാം കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. സോ വൺസ് ഇൻ എ വൈൽ വീട്ടിൽ ബീഫോ മീനോ വെക്കുമ്പം അതും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കുവാണ്. സോ ബ്രെഡ് ആൻഡ് കുറച്ച് ബീഫ്, അതാണ് രാവിലത്തെ ഫുഡായിട്ട് എടുത്തേക്കുന്നത്. അതിൻ്റെ എങ്ങനെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഓൾറെഡി ഞാൻ ട്രാക്കിങ്ങിനെ പറ്റി ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലെറ്റ്സ് എല്ലാവരും ബോഡി ബിൽഡിങ് ഫോക്കസ് ചെയ്യുക അല്ല ചെയ്യുന്നത്. ചിലർ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ എങ്ങനെ ഹെൽത്തി ആയിട്ട് ലൈഫ് ഫോളോ ചെയ്യാൻ നോക്കുന്നവരുണ്ട്. ചിലരാണെങ്കിൽ ലിഫ്റ്റിങ്ങേ ആയിരിക്കത്തില്ല, ലൈക്ക് ജസ്റ്റ് ഹെൽത്ത്. ചിലപ്പോൾ കുറച്ച് റണ്ണിങ് അല്ലെങ്കിൽ കുറച്ച് ബാഡ്മിൻ്റൺ അങ്ങനെ കളിച്ച് അതിൻ്റെ കൂടുതൽ കുറച്ച് ഹെൽത്തി ഫുഡ് എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്ന് നോക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഗോൾസും രീതികളും മാക്രോസും എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെ കഴിക്കണമെന്നും എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്നുള്ളത് ഫുൾ ഡേ ഓഫ് ഈറ്റിംഗ് പോലെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ 3 ഡേ സ്പ്ലിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്നല്ല, ഓൾറെഡി കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ ഒരു വീഡിയോയിൽ. ഫോർ നൗ മൈ ഹീറോ അക്കാഡമിയുടെ ലാസ്റ്റ് സീസൺ 8ാമത്തെ സീസൺ വന്ന് കുറേ എപ്പിസോഡ് കിടപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടുകൊണ്ട് ഈ ഫുഡും കഴിക്കാം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീക്കിലി അതിനൊരു മണം 3 ഡേ ഫുൾ ബോഡി റൊട്ടീന്. അപ്പോൾ ഈ റൊട്ടീൻ എന്ന് പറയുന്നത് അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളവർ, അതായത് 3 ദിവസത്തിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഫോളോ ചെയ്യാം. അത് മാത്രമല്ല, ഇതിൽ മിക്ക വർക്കൗട്ട് എന്ന് പറയുമ്പോൾ 2 സെറ്റേ ഉള്ളൂ. അതിൽ റെപ്പ് റേഞ്ച് എന്ന് പറയുന്നത് 8 റെപ്പ് 7 റെപ്പുമാണ്. ഫസ്റ്റ് സെറ്റ് 8 റെപ്പ്, സെക്കൻഡ് സെറ്റ് 7 റെപ്പ്. അപ്പോൾ ഇതിനകത്ത് ആകെപ്പാടെ വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ കാഫ് റൈസസിന് 2 സെറ്റ്സ് ഓഫ് 20 റെപ്സും നമ്മുടെ ഫ്രണ്ട് സ്ക്വാട്ടും ഡംബൽ പുൾ ഓവറും നമ്മൾ ചെയ്യുന്ന സൂപ്പർ സെറ്റാണ്. അപ്പോൾ അത് ചെയ്യുന്നത് 15-12 റെപ്പ് വരുന്ന ഓരോന്നും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആബ്സ് മാത്രം ശരിക്കും പറഞ്ഞാൽ ടിൽ ഫെയിലിയർ ആണ്. പക്ഷേ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ റെപ്പ് റേഞ്ച് തന്നെ വെക്കുക. 30 റെപ്പെന്നാണ് വെച്ചേക്കുന്നത് ഇപ്പം. അപ്പോൾ അത്രയാണ് മെയിൻ വർക്കൗട്ട്സ് പോകുന്നത്. ബാക്കി ചെയ്യുന്ന വർക്കൗട്ടുകളെല്ലാം 2 സെറ്റ്സ് 8 റെപ്പ് 7 റെപ്സ് ആ റേഞ്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി നമ്മൾ എങ്ങനെയാണേലും, അല്ലെങ്കിൽ ഈ സെഷൻ നമ്മൾ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈച്ച് സെഷനിൽ നമ്മൾ ഗ്രാജുവലി വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ നോക്കും. അത് ഒത്തിരി ഹെവി വെയിറ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല. 0.25 1.25 നമ്മൾ ട്രൈ ചെയ്യുവാണ്. എല്ലാ ടൈമിലും വെയിറ്റ് കൂട്ടാൻ പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെപ്പ് റേഞ്ച് 1-2 കൂടുതൽ ചെയ്യാൻ പറ്റുമോ നോക്കുക. വെയിറ്റ് കൂട്ടി നമുക്ക് ഫെയിലർ പുഷ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ റെപ്പ് കൂട്ടി പുഷ് ചെയ്യാൻ നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻറ്റൻസിഫയർ വരുത്താൻ നോക്കുക. ഇനി റെപ്പും കൂടുതൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെയിറ്റ് കൺട്രോൾ ചെയ്യുക. ഇച്ചിരിയും കൂടി പോസിറ്റീവ് എടുത്തിട്ട് നെഗറ്റീവ് ഇപ്പോൾ കൺട്രോൾ. ബൈസെപ്പ് കേൾ ആണെങ്കിൽ ഒരു എക്സാമ്പിളാണ്. ബൈസെപ്പ് കേൾ എടുക്കുന്നു, നെഗറ്റീവ് ഇങ്ങനെ കൺട്രോൾ ചെയ്തെടുക്കുന്നു. അപ്പോൾ അതും ഒരു വേ ഓഫ് ഇൻറ്റൻസിഫയർ ആണ്. അപ്പോൾ അങ്ങനത്തെ രീതികളാണ് നമ്മൾ 3 ഡേ സ്പ്ലിറ്റ് കൊണ്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിനകത്ത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ വരുത്താം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് റെസ്റ്റ് ഡേ ആണ്. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ലാഗിങ് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇതിൽ ചെസ്റ്റിന് വരുന്നത് എനിക്ക് വീക്കിലി 6 സെറ്റ്സേ വരുന്നുള്ളൂ. പക്ഷേ ഇത് ഞാൻ നേരത്തെ ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല രീതി അന്നേരം വർക്കായിട്ടുമുണ്ട്. അന്നേരം എനിക്ക് നല്ല രീതി ജോലി ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഹോളിഡേക്ക് പോയി. എൻ്റെ കൈ അടിക്കുന്നുണ്ട്. അത് ന്യായം. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഹോളിഡേക്ക് പോയി. സോ എൻ്റെ ജോലിയുടെ അന്നേരത്തെ ഒരു ടോട്ടൽ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. അന്നേരം എനിക്ക് എല്ലാ ദിവസവും ജിമ്മിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈം ഇല്ലാഞ്ഞുകൊണ്ടാണ് എനിക്കിത് ഓക്കെ ആയിരുന്നു. ആ ഒരു പോയിന്റിൽ റിക്കവറി എല്ലാം വലിയ സീനില്ലായിരുന്നു. അപ്പം ഇതേ വർക്കൗട്ട് പ്ലാൻ ഇട്ടിട്ട് ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഗ് ആയിട്ടുള്ളൊരു വർക്കൗട്ട്, അതായത് എൻ്റെ കേസിൽ എനിക്ക് ഏറ്റവും ലാഗിങ് ആയിട്ടുള്ളത് കാഫും ചെസ്റ്റുമാണ്. കാഫ് ഇപ്പോൾ 3 ഡേ ഇത് ഹിറ്റ് ആകുന്നുണ്ട് ഈ പ്ലാനിൽ തന്നെ. സോ കാഫ് ഇപ്പോൾ ഞാൻ ബോദർ ചെയ്യുന്നില്ല. ഗ്രോത്ത് ഇല്ല എന്നുള്ള കേസിൽ മാത്രം ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടെ സെറ്റ്സ് ആഡ് ഓൺ ചെയ്യും. ഇനി ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് 3 ഡേ സ്പ്ലിറ്റ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ചെസ്റ്റിന് ഇനഫ് ആക്ടിവേഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം 1 or 2 ഡേയ്സ് ഞാൻ എക്സ്ട്രാ ചെസ്റ്റിന് വേണ്ടി മാത്രം ചെസ്റ്റ് ഫോക്കസ്ഡ് ഒരു ഡേ, അത് ഒത്തിരി ഹെവി പുഷ് ചെയ്യുന്ന ഒരു ഡേയും, ഒരു ദിവസം ലൈറ്റ് എന്നല്ല ഒരു മോഡറേറ്റ് വെയിറ്റിൽ മാക്സിമം സ്ട്രെച്ച് ആൻഡ് സ്ക്വീസ് ഫീൽ ചെയ്യുന്ന രീതിയിലും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വർക്കൗട്ട് പോകുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റെസ്റ്റ് ടൈമാണ്. ഇപ്പം ഞങ്ങൾ 2 പേരുള്ളതുകൊണ്ട് ഒരാൾ കഴിയുമ്പോൾ അപ്പം തന്നെ അടുത്തയാൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ചെയ്തു പോകുന്നത്. ഇനി നിങ്ങൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ 2 പേര് ചെയ്യുമ്പോൾ വേറെ കാര്യമുണ്ട്. സംസാരിച്ച് ഒത്തിരി സമയം കളയത് ഇടയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു പമ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പമ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ആ ഇൻറ്റൻസിറ്റി അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോണ്ടേയിരിക്കണം. പിന്നെ സപ്പോസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പോലെ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വർക്കൗട്ട് ഒരെണ്ണം ചെയ്തു, അത് കഴിയുമ്പോഴേ 1 മിനിറ്റ് ടൈമർ വെക്കുക. ആ 1 മിനിറ്റ് കഴിയുമ്പോഴേ നിങ്ങൾ അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. കാരണം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും, ഒത്തിരി റെപ്പില്ല, ഒത്തിരി സെറ്റില്ല, എല്ലാം നമ്മൾ ഒറ്റ ഒരെണ്ണം ചെയ്യുന്നുള്ളൂ. ഷോൾഡറിനാണെങ്കിൽ ഷോൾഡർ പ്രസ്, അങ്ങനെ ഓരോ വർക്കൗട്ടും നോക്കിക്കഴിഞ്ഞാൽ അധികം ഇൻറ്റൻസിറ്റി വരുന്നില്ല. സോ നമ്മളെക്കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഹെവി ആയിട്ട് പുഷ് ചെയ്യുക. ആ ഹെവി ആയിട്ട് പുഷ് ചെയ്യുമ്പോൾ ഫോം കളയരുത്. പിന്നെ ടൈം ആണെങ്കിലും ഒത്തിരി റെസ്റ്റ് ടൈം എടുക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പം ജിമ്മിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി ഇനി ബാക്കി ജിമ്മിൽ ചെന്നിട്ട് നമ്മളിത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതായത് ഓരോ വർക്കൗട്ട് പ്ലാൻ നമ്മൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, എന്താണ് നമ്മൾ ഫോമെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, എന്ത് ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ ഓർഡർ, എന്തൊക്കെ വർക്കൗട്ടുകളാണ് നമ്മൾ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ജിമ്മിലെത്തിയിട്ട് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വാമപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. വാമപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ബോഡി വാമപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് റൊട്ടേഷൻസ്, സിമ്പിൾ സ്ട്രെച്ചുകൾ, ഒത്തിരി നേരം പിടിച്ചുള്ള സ്ട്രെച്ചുകളൊന്നുമില്ല, സിമ്പിൾ സ്ട്രെച്ചുകൾ, പിന്നെ കാലിൻ്റെ ആണെങ്കിലും റൊട്ടേഷൻസ്. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഹാൻഡിൻ്റെ ഈ റൊട്ടേഷൻ പോകും, അത് തന്നെ തിരിച്ചും പോകും. പിന്നെ കാലിൻ്റെ ആണെങ്കിൽ മുന്നോട്ടും പുറകോട്ടും ഉള്ളത്, പിന്നെ സൈഡിലോട്ടുള്ള റൊട്ടേഷൻസ്. ഇത് കൂടാതെ പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെച്ച് വരും, പിന്നെ ഈ സ്ട്രെച്ച് വരും. അങ്ങനത്തെ ബേസിക് കുറച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോൾഡറിന് സ്ഥിരം പ്രശ്നം വരുന്നവരാണെങ്കിൽ ഒന്ന് നിങ്ങൾ മറ്റേ ചെയ്യുന്ന പൊസിഷൻ്റെയാണ്, രണ്ട് ഇനി അത് പൊസിഷൻ ശരിയാക്കാൻ നോക്കിയിട്ട് പോലും പ്രശ്നം വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരേ ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റേ ആ ഒരു കേബിളിൻ്റെ മെഷീനിൽ ഒരു സാധനം ഇങ്ങനെ വലിച്ചിട്ടിടുതാണ്ട് ഇങ്ങനെ കേബിളിൽ ഇങ്ങനെ വലിച്ചും ചെയ്യാം. അതുതന്നെ ഇപ്പോൾ അവിടെ ആയിരിക്കും കേബിൾ മെഷീൻ, അവിടുന്ന് ഇങ്ങനെ കേബിൾ എടുത്ത് ഇങ്ങനെയും ചെയ്യാം. അത് ഞാനിപ്പോൾ ചെയ്യാറില്ല, ഇപ്പോൾ അത്രയും പ്രശ്നമില്ല, എനിക്ക് ഷോൾഡറിന് പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ തിരിഞ്ഞ് നിന്നിട്ട് ഇപ്പോൾ കേബിൾ ഇപ്പോൾ അവിടെയാണെന്ന് വിചാരിച്ചു, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് പുറകോട്ട് ഇങ്ങോട്ട് വലി, അങ്ങനെ ഒരു റൊട്ടേറ്റർ കഫ് ഇതിനകത്ത് ആ ഒരു നമ്മുടെ കുഴയുണ്ടല്ലോ, ആ കുഴയൊന്ന് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത്രമായിരിക്കും നമ്മുടെ ബേസിക് വാമപ്പ്. സോ വാമപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓവർഹെഡ് പ്രസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വാമപ്പ് ഇപ്പോൾ ചെയ്ത വാമപ്പ് കൂടാണ്ട് നമ്മൾ വേറെ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, അത് വാമപ്പ് സെറ്റ്സ് ആണ്. വാമപ്പ് സെറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെവി ലിഫ്റ്റിങ്ങിന് മുന്നേ, അതിപ്പോൾ നമ്മൾ ബാറാണല്ലോ ഉള്ളതിൽ ഇപ്പോൾ ഏറ്റവും മിനിമം. ഇനി ബാർ ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ മറ്റേ ചെറിയ വെയിറ്റുകൾ ഞാൻ എക്സാമ്പിൾ കാണിക്കാം. എന്താണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് വേറെ ബാറായിട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് മറ്റേ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള വെയിറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 8-10 ജസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവ്മെൻറ്റ് ഒന്ന് റെഡിയാകാൻ വേണ്ടി മാത്രം. ഇനി ഇതിൻ്റെ ഫോം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇപ്പം നമുക്ക് ഇങ്ങനെ വേണേൽ ക്ലോസ് എടുത്ത് ഇങ്ങനെ അടിക്കാം. പക്ഷേ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമ്പൗണ്ട് ലിഫ്റ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഇത് മാത്രമല്ല, ഷോൾഡർ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ബാക്കി എൻ്റെ ഈ ഒരു ഫ്രെയിം ഫുള്ളാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കതല്ല വേണ്ടത്, പ്രോപ്പർ ഷോൾഡർ ആക്ടിവേഷൻ മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു കമ്പാരിറ്റീവ്ലി ഇച്ചിരിയും കൂടി ഒരു വൈഡർ വിഡ്ത്തിലാണ് പിടിക്കുന്നത്. അപ്പോൾ ഈ വിഡ്ത്തിലെടുത്തിട്ട് ഓക്കെ പോട്ടെ, പൊക്കുമ്പോൾ തല നൂർത്തിക്കോളൂ, തലയുടെ മുകളിലോട്ട് പോട്ടെ. നേരെ ഇങ്ങനെ നിൽക്കണം, നമ്മൾ ഹാൻഡ്സപ്പ് ചെയ്യുന്ന പോലെ തന്നെ വരട്ടെ. താഴോട്ട് താത്തുമ്പോൾ മാത്രം നമ്മൾ ഇച്ചിരി ബെൻഡ് കൊടുക്കുന്നു, പൊക്കുമ്പോൾ തലയുടെ മുകളിലോട്ട് നൂർന്ന് വരട്ടെ. മതി, വെച്ചോ, വാമപ്പല്ലേ. ഇനി ഈ വാമപ്പ് സെറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യും അത് നമ്മൾ എത്രത്തോളം നമ്മുടെ മെയിൻ വെയിറ്റ് പോകുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട്. ഇപ്പം സപ്പോസ് ഞാനിവിടുത്തെ 100 കിലോ ചെയ്യാൻ പ്ലാൻ ചെയ്തതെന്ന് വിചാരിക്കുക, അതാണ് എൻ്റെ മെയിൻ സെറ്റെങ്കിൽ ഇത് കഴിഞ്ഞ് ഞാൻ നേരെ 100 ഇടാനല്ല പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു 25 ഉണ്ടെങ്കിൽ 25 ഇട്ടിട്ട് ഒരു 3-4 റെപ്പ് ചെയ്യും. പിന്നെ ഒരു 80 കിലോ ആക്കിയിട്ടൊരു 2 റെപ്പ് എല്ലാം ചെയ്യും. പിന്നെ ഒരു 90-95 കിലോ ഇട്ടിട്ട് ഒരു 1-2 റെപ്പ് ചെയ്യും. അത്രയും കഴിയുമ്പോഴായിരിക്കും എൻ്റെ വാമപ്പ് കഴിയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 100 കിലോ ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ 100 കിലോ അല്ല ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ളത് മറ്റേ പ്രോഗ്രസീവ് ഓവർലോഡ് ഐറ്റമാണ്. അതാണ്ട് ഇപ്പോൾ ഓവർഹെഡ് പ്രസ് കഴിഞ്ഞ ആഴ്ച ചെയ്ത് 40-45 ഞാനിങ്ങനെ സെയിം എന്ന് എഴുതിയിട്ടേക്കുന്നതെല്ലാം എന്നെക്കൊണ്ട് അത് ഇപ്പോൾ പറ്റുള്ളൂ, ഇപ്പോൾ കൂട്ടാറായിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ടീബാറോ, ഞാൻ ഇവിടെ ടീബാറോ നമുക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു. അവിടെ ഞങ്ങളിവിടെ വേറെ റോയിങ്ങാണ് ചെയ്തിരുന്നത്. നമ്മൾ മറ്റേ സാധാ മറ്റേ സീറ്റഡ് റോ ഉണ്ടല്ലോ മെഷീനിൽ,
അപ്പോൾ അത് 55 65 പിന്നെ ഞാൻ പ്ലസ് ആയിട്ടേക്കുന്നത്, വിച്ച് മീൻസ് എനിക്ക് ഇനിയും പോകാൻ പറ്റും. ഇവിടെ ഞാൻ പ്ലസ് ആയിട്ടേക്കുന്നത്. ഈ സെയിം എഴുതിയേക്കുന്നതൊക്കെ സെയിം മാത്രമേ ചെയ്യത്തുള്ളൂ, പ്ലസ് ഇട്ടേക്കുന്നതെല്ലാം ഞാൻ കൂട്ടാൻ നോക്കും. ഇത് തന്നെ ഞാനൊരു 2 ഇപ്പോൾ ഇതിപ്പം ഈ ആഴ്ച ഇപ്പോൾ ഇത് തിങ്കളാഴ്ചയാണ് ചെന്ന് ചെയ്തു, ബുധനാഴ്ച ചെയ്തു, പിന്നെ വെള്ളിയാഴ്ച ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന വീക്കിൽ ഈ വെയിറ്റ് സ്റ്റക്കാണെങ്കിൽ ഞാൻ പുഷ് ചെയ്യാൻ നോക്കിയിരിക്കും എന്നാണേലും. ട്രെയിനർ തിമോത്തി നമ്മളോട് ആദ്യം കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്. പോട്ടെ, 8 1 2 3 4 താഴോട്ട് ബ്രീത്ത് എടുത്ത് മേലോട്ട് ബ്രീത്ത് വിട്ട് 5 6 7 8 നൈസ് വെച്ച്. അപ്പോൾ ഞങ്ങൾക്ക് ഓവർ ഹെഡ് പ്രസ്സിന് ഒരു സെറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഐറ്റം കാണിക്കാം. ഇത് നമ്മളിനി പോകുന്നത് 7 റെപ്പും കൂടെ. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജിമ്മിൽ ഇതിന് സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ടീ ബാർ റോ ചെയ്യുക. ടീ ബാർ റോ എന്ന് പറയുമ്പം മറ്റേ പഴയ റോ ഉണ്ടല്ലോ, ഇങ്ങനത്തെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യാൻ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗ്രിപ്പുണ്ട്, പിടിച്ചേക്കുന്ന ഈ ഗ്രിപ്പ്, ഇത് വെച്ചിട്ട് അടിയിലുള്ള ഈ സാധനമില്ലേ, അത് ചെയ്യാൻ നോക്കുക. അതിനുള്ള സെറ്റപ്പ് ഇവിടെ ഇല്ലായിരുന്നു. സോ നമ്മൾ ഇതിൽ ചെയ്യും. അപ്പോൾ ആദ്യത്തേത് വലിയ വെയിറ്റ് ഇട്ടിട്ടില്ല, ജസ്റ്റ് നമ്മളൊരു വാമപ്പ് സെറ്റായിട്ട് ചെയ്തേക്കുന്നേ ഉള്ളൂ. ഒരു എത്ര രൂപ ഇടാ നീ? 8 10 ഒക്കെ ചെയ്യാം. സോ നമ്മളിത് ചെയ്യാൻ നേരം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് തംബ്ലസ് പിടിക്കണം മറ്റേത് പിടിക്കണം എന്നുള്ളത് നിങ്ങളുടെ ബാക്ക് പിടിക്കുന്ന ബെസ്റ്റ് ഒരു ഫീൽ പോലെയാണ്. തംബ്ലസ് പിടിക്കുമ്പോഴാണ് എനിക്ക് ഇച്ചിരിയും കൂടി ബാക്ക് ആക്ടിവേറ്റ് ആകുന്നത്. സോ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, തംബ്ലസ് ഗ്രിപ്പ് പിടിച്ചിട്ട് ഫുള്ള് വലിച്ചിങ്ങനെ നൂർന്നിട്ട് മുട്ട് കുറച്ച് മടക്കി വെക്കണം. ഫുള്ള് നൂർത്തിയും വെക്കരുത്, ഇങ്ങനെ മടക്കി വെക്കരുത്. ഒരു കുറച്ചിങ്ങനെ മടക്കി ഇരുന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ലാറ്റ്സിൻ്റെ അപ്പർ ലാറ്റ്സിൻ്റെ സൈഡിൽ നമ്മൾ സ്ട്രെച്ച് പോവുകയാണ്. സ്ട്രെച്ച് ചെയ്തു കൊണ്ട് വെച്ചില്ല എന്നൊരു പോയിൻറ്റ്, കൊണ്ടിങ്ങനെ വെക്കരുത്, കൊണ്ട് വെച്ചില്ല എന്നൊരു പോയിൻറ്റിൽ നിന്ന് പുറകെ കൊണ്ട് സ്ക്വീസ് ചെയ്തു. ഇത് ഈ മൂവ്മെൻറ്റ് ചെയ്യും കൂടെ സ്പീഡിൽ 3 4 അതിനാടാ പറയുമ്പോൾ കേൾക്കുമ്പോൾ ടെൻഷനായി ഒന്നും എഴുതിയിട്ടില്ലല്ലോ, കൂട്ടണമെന്നോ കുറയ്ക്കണമെന്നോ സെയിം ആണെന്നോ. അതുകൊണ്ടാണ് 50 ഇട്ടേ, മെടുക്കാൻ. അപ്പോൾ റോസിന് ഇവൻ 45 അത് കഴിഞ്ഞ് 55 കഴിഞ്ഞ ആഴ്ച ചെയ്തേക്കുന്നത്. സോ 45 ഒരു എതിരാളി അല്ല എന്നാണ് ഇവൻ തന്നെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനൊന്നും പറയില്ല, ഇപ്പം എതിരാളി അയ്യോ. അപ്പോൾ 50 ഇട്ടേക്കുന്നത്. ചാമ്പ് 8 അങ്ങനെ. കൊള്ളാം. 1 2 3 4 5 6 മതി. 55 60. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് 55 65, പക്ഷേ ഞാൻ അത് പ്ലസ് ഇട്ടിട്ടുണ്ട്, വിച്ച് മീൻസ് എനിക്ക് ഇനിയും പറ്റും. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന വെയിറ്റ് 60 കിലോ. 60 കിലോയിൽ 8 റെപ്പ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ചവിട്ടി പിടിച്ചു, ഓർന്ന് വന്ന് ചെറിയൊരു ബെൻഡ്, സ്ട്രെച്ച്,
55 60? എന്താ മുന്നേ നീ എന്നോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഓട്ടെ. ആ പോട്ടെ. നൈസ്. 2 3 ഇങ്ങോട്ടൊരു കുറച്ചും കൂടെ കൺട്രോൾ വേണം വലിച്ചെടുക്കുമ്പോഴേ. 4 ആ മറ്റേ പോലെ അങ്ങനെ വലിച്ചെടുത്താൽ വെയിറ്റ് വരുമെന്നേ ഉള്ളൂ, പുറം ആക്ടിവേറ്റ് ആകുന്നില്ല. കൺട്രോൾ മീൻസ് ആ ഒറ്റ സ്വിച്ചിൽ തന്നെ എടുത്തോ, പക്ഷെ ഇങ്ങനെ കുടഞ്ഞെടുക്കരുത്. ആ ഒറ്റ വലി, അവിടെ തന്നെ ഒറ്റ വലി. ആ അങ്ങനെയൊക്കെ പിന്നെ എടുത്തോ. ഫിഫ്റ്റി 55 റേഞ്ച് തന്നെ നിന്നാൽ മതി. കുറച്ചും കൂടെ ബാക്ക് ആക്ടിവേറ്റ് ആകാനുണ്ട്. സ്ട്രെച്ച് കറക്റ്റാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ബെഞ്ച് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഇതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിൽ നിങ്ങൾ കാണുന്നതിൽ എല്ലാ കോർണറും ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ വൈഡ് ആംഗിൾ ആയതുകൊണ്ട് സൈഡിൽ ഫുൾ ആ സാധനം ചെറുതായിട്ടേ കാണിക്കുള്ളൂ. സെൻറ്ററിലുള്ളതാണ് കറക്റ്റ് വ്യൂ, ബാക്കിയുള്ളിടത്തോട്ടെല്ലാം ഇച്ചിരി ഡിസ്റ്റോർട്ടഡ് ആണ്. സോ കാഫ് കാണുമ്പം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇച്ചിരി കൂടി ചെറുതായിട്ട് ക്യാമറയ്ക്കകത്ത് തോന്നും. സോ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. എന്താല്ലേ ബെഞ്ചിൻ്റെ ഫോമൊന്നും പിന്നെ ഞാൻ പറഞ്ഞു തരണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ലൈറ്റ്ലി വൈഡർ ദാൻ ഷോൾഡർ വിഡ്ത്ത്. ഓവർ വൈഡ് പോയാലും കുഴപ്പമില്ല, എനിക്ക് ഒത്തിരി വൈഡ് പോകുമ്പോൾ ഷോൾഡർ പിടിക്കും. സോ ഞാനൊരു സ്ലൈറ്റ്ലി വൈഡർ ദാൻ വൈഡർ ദാൻ ഷോൾഡർ ഗ്രിപ്പ് പിടിക്കും. ഇപ്പോൾ തംബ്ലെസ് എടുക്കാറില്ല, ജസ്റ്റ് ഇച്ചിരി കൂടെ ആക്ടിവേഷൻ അടിക്കുക, അതാണ് കിട്ടുന്നത്. എന്നിട്ട് തുടങ്ങാം. ഇട്ടായിരുന്നു. പോട്ടെ. 1 2 കറക്റ്റാ. ബ്രീത്തും കൂടെ കൺട്രോൾ ചെയ്ത് പോഴേ, സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ 4 ഫുള്ള് വിടരുത്, കുറച്ചകത്ത് നിൽക്കണം. 5 6 1 മോർ. ചുമ്മാ എന്ന് പുറകിലൊക്കെ നിന്നോ കേട്ടോ. എപ്പോഴാവശ്യം വരിക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതൊക്കെ റെക്കോർഡിങ് സ്ട്രാറ്റജിയാണ്. അത് ഞാൻ ഓർത്ത് രണ്ടാമത്തെ സെറ്റ് എടുക്കേണ്ടെന്ന്, പക്ഷേ എടുക്കേണ്ടതായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച ഇവൻ ഇതിന് തൊട്ട് മുന്നേ ചെയ്ത വെയിറ്റ് 6 റിപ്പിൽ ഫെയിലായതാണ്. 6 ആണോ 4? ലാസ്റ്റ് സ്ട്രഗിൾ ചെയ്ത് ഫെയിലായതാണ്. പക്ഷേ ഇപ്രാവശ്യം അത് പുല്ല് പോലെ പോയി. ഇനി ഒരു 2-3 റിപ്പും കൂടെ പോയേനെ. വേണേ അവൻ കാണിച്ചു തരുമെന്ന്. ഇത് നമ്മുടെ ലാസ്റ്റ് സെറ്റ്. കഴിഞ്ഞ ആഴ്ച ഞാൻ 60-65 ചെയ്തത്. അപ്പം വേറൊരു കാര്യമുണ്ട്. ഇപ്പം ചിലർ കാണുമ്പോൾ അവർ ഓർക്കും 60-65 ചെറിയ വെയിറ്റ് അല്ലേ, അതിൽ കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതൊരു കോമ്പൗണ്ട് ലിഫ്റ്റ് എന്നുള്ളതിൽ ഉപരി നമ്മൾ ചെസ്റ്റ് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെസ്റ്റ് വെച്ച് തന്നെ പുഷ് ചെയ്യാൻ നോക്കിയാൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ വെയിറ്റ് പോകുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു പ്രോപ്പർ സ്ട്രെങ്ത് ചെസ്റ്റ് മാത്രം ആക്ടിവേറ്റ് ആകുന്ന റേഞ്ച് ഇതൊക്കെയാണ്. ഒരു 80 to 90 അങ്ങനെ ആ ഒരു റേഞ്ച് വരെ എനിക്ക് മാക്സിമം ഇതാവുള്ളൂ. അപ്പം
ഇതിലിപ്പോൾ എനിക്ക് പിടിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ പഴയ സ്ട്രെങ്ത് ട്രെയിനൊക്കെ വിട്ട ശേഷം സ്ട്രെങ്ത് ഒക്കെ അത്യാവശ്യം താഴെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഉള്ള മസിൽസിൽ എനിക്ക് സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടിയുള്ള പ്രോപ്പർ ഒരു വെയിറ്റിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇനി ആഴ്ച ഞാൻ കൂട്ടും, ഗ്രാജുവലി ഞാൻ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അപ്പം 7 തപ്പി ഇതും ഓടിച്ചാൽ അടുത്ത സെഷനിലോട്ട് പോകും. 15 എടുത്ത് കാണിക്കാശാണ്. എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അച്ഛാ നിൽക്കേ. നീ ചെയ്തോ, ഞാൻ ചെയ്യട്ടെ. അതെ, അത് തിരിച്ചു വരുമ്പോഴേ കഴിഞ്ഞു കേട്ടോ ഒന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞ റെപ്രൈൻ ഇതും 8-7 തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന് ചെറിയ വെയിറ്റിലാണേലും നല്ല രീതിയിൽ പെട്ടെന്ന് ട്രൈസ് കിട്ടുന്നുണ്ട്, പെട്ടെന്ന് ഇവൻ ഫെയിലറിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒത്തിരി വെയിറ്റ് പോകുന്നതിലും ഒരു നല്ല വെയിറ്റിൽ നെഗറ്റീവ് കൺട്രോൾ ചെയ്ത് കൂടുതൽ റെപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു 12 to 15 റേഞ്ചിൽ ഇപ്പോൾ ഇട്ടേക്കുന്നത്. 12 ചെയ്താണ് കേട്ടോ, 15 വെച്ച് ടൂ മച്ച് ആയിരിക്കും. ഈ ആഴ്ച 12 പോട്ടെ, നോക്കാം. ഇതിന് 7 ഒത്തിരി ചെയ്യണ്ട. ഇപ്പം ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഫോം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തെറ്റ് ചെയ്യട്ടെ. താഴോട്ട് പയ്യെ, മേളിലോട്ടല്ല താഴോട്ട് പയ്യെ, മേളോട്ട് പുഷ് ചെയ്തു. നൂർത്തണ്ട. ഇത് നമ്മുടെ വാമപ്പ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മറ്റേ ബാറയിൽ സ്കൾ ക്രഷർ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും എൽബോ പെയിൻ വരാറുണ്ട്. അപ്പം ഒന്ന് ലൈറ്റ് ലോഡ് റെസിസ്റ്റൻസ് കൂട്ടി അങ്ങനെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഹെവി പോവുകയാണെങ്കിൽ തന്നെ എനിക്കൊരു കുറച്ചൊരു ഇൻക്ലിനേഷൻ വേണം. ഇങ്ങനെ സ്ട്രൈറ്റ് കിടന്നാൽ എനിക്ക് പെട്ടെന്ന് പിടിക്കും. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ തല പൊക്കി പിടിച്ചോ അല്ലെങ്കിൽ ഈ ബെഞ്ച് ഇച്ചിരി ഇൻക്ലൈൻ ആക്കിയൊക്കെ ചെയ്യുന്നത്. എനിവേ നമ്മൾ ടോപ്പിക് അതല്ല, ഡംബൽ സ്കൾ ക്രഷർ എങ്ങനെയാണെന്ന് പറയാം. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഡംബലിൻ്റെ ഈ ഒരു സൈഡ്, അത് ഞാൻ നേരെ ഷോൾഡറിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് കൊണ്ടുവന്ന് വെക്കും. പിന്നെ കൈ അകത്തി വെക്കണോ അടുപ്പിച്ച് വെക്കണോ എന്നുള്ളത് നമ്മുടെ ഒരു നാച്ചുറൽ റേഞ്ച് ഓഫ് മോഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ തീരെ ഇങ്ങനെ പിടിച്ച് അടുപ്പിക്കാൻ നോക്കുകയും ചെയ്യരുത്, ഒത്തിരി ഇങ്ങനെ അകത്തി ഇടരുത്. ഞാൻ സാധാരണ ഇത് കൈ താത്താന്ന് എൻ്റെ കൈ താഴ്ന്ന് ഇങ്ങനെയാണ്. അപ്പം ഞാൻ ഈ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. പൊക്കുന്നതിനനുസരിച്ച് ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നിൽക്കത്തില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. എന്നിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ചെയ്യുമ്പോൾ നേരെ മേളിലോട്ടല്ല, നമ്മൾ ബാക്കിലോട്ട് തള്ളി മുന്നോട്ട് കൊണ്ടിരുന്ന പോലെ മേളി വരുമ്പോൾ ഇങ്ങനെ പിടിക്കണം. നമ്മൾ പ്രസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരണം. പക്ഷേ താഴോട്ട് കൊണ്ടുവന്നതോടും നെഗറ്റീവ് കൺട്രോൾ ചെയ്ത് വേണം, ഒരു 3 seconds വല്ലോ. കാരണം താഴോട്ട് പോകുന്നതിനനുസരിച്ച് ട്രൈസിൽ ആ ഒരു ബേൺ ഫീൽ ചെയ്യണം. ഇത് സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും, ഒന്നും ഫീൽ ചെയ്യത്തുമില്ല. അപ്പം ഇങ്ങനെ കൺട്രോൾഡ് ടച്ച് ചെയ്തു പുഷ്, ടച്ച് ചെയ്തു പുഷ്. ബ്രീത്ത് ആണെങ്കിൽ താഴോട്ട് പോകുമ്പോൾ ബ്രീത്ത് ടച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും ബ്രീത്ത് ഫുള്ള് വിടുകയും ചെയ്യരുത്, ഫുള്ള് നിറയ്ക്കുകയും ചെയ്യരുത്, ഇങ്ങനത്തെ കേസിലൊക്കെ. അപ്പോൾ നമുക്കൊരു 10 ചെയ്യാം. ഇത് എന്തുപറ്റി പോട്ടെ. 12 കൈ വല്ലാണ്ട് ഫ്ലെയർ ചെയ്തു. ഓക്കെ ഉണ്ട്. നാല് 5 ചെയ്യും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോയേ. ഇങ്ങോട്ട് തന്നെ 6 നൈസ്. 7 8 9 താഴോട്ട് ചെയ്യുമ്പോൾ സ്ലോ ആണേ. 9 10 മേലോട്ട് സ്പീഡ് ചെയ്തു. 11 മതി. അയ്യോ കുഴിപ്പോയി.
കൈ ഒത്തിരി ഫ്ലെയർഡാ. അല്ല അത് മെച്ചപ്പെട്ടുള്ള ആ താഴോട്ട് ഇച്ചിരി കൂടെ കൺട്രോൾ ചെയ്യണേ. താഴോട്ട് കൺട്രോൾ ചെയ്യാൻ പറയുമ്പോൾ നീ മേലോട്ടാണല്ലോ സ്ലോ ആക്കുന്നത്. എന്നറിയില്ല, രണ്ടും കൂടെ ഒന്നിച്ചേ വരുള്ളൂ. 5 7 പിങ്ക് ലിപ്സ് 8 പോട്ടെ 12. ആ വേറൊരു കാര്യമുണ്ട്, നീ ടച്ച് ചെയ്യാൻ ചെല്ലുമ്പോഴേ കയ്യും താത്തേക്ക് ഒരു കാര്യം പറയാം. നീ ഇപ്പോൾ ചെന്ന് ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നീ ടച്ച് ചെയ്യുന്നുണ്ട് ഈ പോർഷനല്ലേ, ഈ പോർഷനല്ല, ബാക്കിൽ ഇവിടെ. ആ ബാക്ക് സൈഡ് കമന്ന് വരണം. സോറി, ഞാൻ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് വരാം. പോട്ടെ, 4 കൂടെ പോട്ടെ. ഇവനിങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറയാം. നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞത് ഇവിടെ വന്നിട്ട് ഷോൾഡർ ടച്ച് ചെയ്യാൻ പറഞ്ഞപ്പം ഇത്രയും നേരം ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഇവന് ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോഴും ലിഫ്റ്റ് ചെയ്യുക. ഞാൻ മനസ്സിൽ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ കൈ ഇങ്ങനെ വളച്ച് ഇങ്ങനെ താത്താനാണ് നോക്കുന്നത്. ചെറിയ ഡിഫറൻസിലാണെങ്കിൽ പോലും ഇവിടെ ഭയങ്കര സ്ട്രെച്ച് ആവും. മേ ബി ഓരോ ആൾക്കാരുടെയും ഇതിനനുസരിച്ച് അനാട്ടമി അനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഇല്ല, അപ്പോൾ നീ ഇങ്ങനെ താത്താൻ നോക്ക്. ഇവിടെ ഇങ്ങനെ താത്ത്, ഇങ്ങനെ ടച്ച് ചെയ്യാൻ നോക്കണം, ലിഫ്റ്റ് ചെയ്യും. എന്നിട്ട് താത്തി കഴിയുമ്പം ഈ സൈഡ് വേണം ടച്ച് ചെയ്യാൻ. അങ്ങനെ ഓക്കെ, അങ്ങനെ ചിന്തിച്ചാൽ മതി. അവിടെ ടച്ച് ചെയ്തില്ലെങ്കിലും അവിടെ ബോഡിയിലോട്ട് കൊണ്ടുപോകുന്നത് ചിന്തിച്ചാൽ മതി. അപ്പോൾ കൂടുതൽ ഇവിടെ നിന്ന് വലിയും ഭയങ്കരമായിട്ട്. തന്നു. അപ്പോൾ നമ്മുടെ ബൈസെപ്പ് കേൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വാം സെറ്റ്സ് ഒക്കെ ഓൾറെഡി. ഇനി നമ്മൾ വാം സെറ്റ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതിൽ ഒത്തിരി സമയം പോകും. അപ്പോൾ എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലെ സോങ്ങൊക്കെ ഉച്ച കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ തന്നെ കോപ്പിറൈറ്റ് അടിച്ച് നമുക്കത് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രസൻ്റ്ലി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ബൈസെപ്പ് കേൾ ഞാൻ ചെയ്യുമ്പം ഇപ്പോൾ വൈഡ് ഗ്രിപ്പല്ല, ഈ ഒരു വിടത്തിൽ, ഈ ഷോൾഡറിൽ വിടത്തിൽ പിടിച്ചിട്ട് നമ്മൾ കേൾ ചെയ്ത് മേൾ വരെ എടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമല്ലോ ഡമ്പൽ വെച്ച്, അതിന് പകരം കുറച്ചും കൂടെ മേളോട്ട് ഇങ്ങനെ പുഷ് ചെയ്യുക. എന്നിട്ട് നെഗറ്റീവ് 3 സെക്കൻഡ്സ് ഞാൻ എണ്ണുക മനസ്സിലിങ്ങനെ 1 2 3. എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ബൈസ് ആക്ടിവേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. മറ്റേ സ്പീഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് രണ്ടുപേർക്കും 4 ആം ഡോമിനൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് 4 ആം ആയിരിക്കും ആദ്യം ആക്ടിവേറ്റ് ആകുന്നത്. പിന്നെ പിടിക്കുമ്പോൾ ഒരിക്കലും ഞെക്കി ഇങ്ങനെ പിടിക്കുന്നത്, അപ്പോഴും 4 ആം ആക്ടിവേറ്റ് ആകും. സോ ഹിയർ ഈസ് ദ തിങ്. ഇങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി പുറകോട്ടല്ലേ ഞാനിങ്ങനെ വെക്കുന്നത്, ഒരു കുറച്ച് കൈ മുന്നിൽ. എന്നിട്ട് 1 2 5 നൈസ് 6 നമുക്ക് റിവേഴ്സ് കേളിൽ പോകാം. റിവേഴ്സ് കേളി ചെയ്യാൻ നേരം ബൈസെപ്പ് കേളി ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മാറ്റി നിർത്തണം. ഞാൻ പറഞ്ഞത് പിടിക്കാൻ നേരം ഗ്രിപ്പ് മുറുക്ക പിടിക്കരുത്. ഇതിൽ ഗ്രിപ്പ് മുറുക്ക പിടിക്കണം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, കൈ ബോഡിയോട് ചേർത്ത് ടക്കിങ് ചെയ്ത് വെച്ചേക്കും, മുറുക്ക ടൈറ്റാക്കി പിടിക്കും. ടൈറ്റാക്കി പിടിക്കുമ്പോൾ 4 ആം ഇവിടെ ഫീൽ ചെയ്യണം. അങ്ങനെ ടൈറ്റാക്കി പിടിച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോകരുത്. ഇങ്ങനെ തന്നെ പൊക്കി ഞാൻ ചെയ്യുന്നത് ഞാൻ താത്തി പിടിക്കുന്നത്, താടി ടച്ച് ചെയ്യും. എന്നിട്ട് ആ ഒരു സെയിം മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സെക്കൻഡ്സ് എപ്പോഴും ഞാൻ കൺട്രോൾ ചെയ്യുന്ന താഴോട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എന്നാലേ ഒരു മൈൻഡ് മസിൽ കണക്ഷൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കുറേ ചുമ്മാ അടിക്കുന്നൊരു ഫീൽ കിട്ടത്തേ ഉള്ളൂ. ഇതിപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ നേരം ഇതിനകത്ത് എനിക്ക് പമ്പ് ഫീൽ ചെയ്യും. എനിക്ക് പമ്പ് ഫീൽ കിട്ടുന്നത് ഒരു സന്തോഷമായതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൺട്രോൾ ചെയ്യും. അപ്പം പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഗ്രാജുവലി നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിലോട്ട് പോകുമ്പം ഇങ്ങനെ പമ്പൊന്നും നോക്കത്തില്ല. മാക്സിമം വെയിറ്റ് എത്ര സ്പീഡ് പുഷ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് നോക്കുള്ളൂ. സോ നേരത്തെ പറഞ്ഞാൽ പിടിച്ചു, ടൈറ്റായി പിടിച്ചു, 2
അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റത്തിൻ്റെ ഫോം കാണിക്കാം. കൈ ചന്തിയുടെ കുറച്ച് താഴെ ഇങ്ങനെ വെച്ചിട്ട് ചന്തിയുടെ മേളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബാലൻസ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ആടി പൊക്കോണ്ടിരിക്കും. സോ ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനത്തെ ലെഗ് റൈസുകളാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ലെഗ് അങ്ങ് താഴെ വരെ കൊണ്ടുപോവുകയും ചെയ്യരുത്. ഈ ഒരു 45-ന് ഒത്തിരി മേളിലും പോകണ്ട. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്, പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതല്ല. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അങ്ങ് ഇത്ര ഒരു സ്ട്രെച്ച് കിട്ടുന്നു. പുഷ് 2 3 4 5 നമുക്ക് വർക്കൗട്ട്സിൻ്റെ ഡീറ്റെയിൽസ്, എത്ര സെറ്റാണ്, എത്ര റെപ്പാണ്, അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സ്ക്വാട്ട് ചെയ്യാൻ നേരം ചില ആൾക്കാർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുന്നവരുണ്ട്. എനിക്ക് പ്രിഫറായിട്ട് തോന്നിയിട്ടുള്ളത്, അതിന് വേണ്ടി ഞാൻ സാധനം കാണിക്കട്ടെ. ഇവിടെ നമ്മൾ 2 പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ കയറി നിൽക്കും, ക്വാഡ്സ് കൂടുതലാക്കിയിട്ടാകാൻ വേണ്ടി. കാരണം എൻ്റെ ഹൈറ്റിന് ഞാൻ കൂടുതലും ചെയ്യുമ്പോഴും പൊക്കട ഹൈ ബാർ സ്ക്വാട്ട് ആണെങ്കിലും ലോ ബാർ സ്ക്വാട്ട് ആണെങ്കിലും എനിക്ക് കൂടുതലും ഗ്ലൂട്ട്സ് ആൻഡ് ഹാംസ്ട്രിങ് ആണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ ആക്ടിവേറ്റ് ആകുന്നത് ക്വാഡ്സിനെക്കാട്ടിലും. ചെങ്ങനെ മുന്നോട്ട് ബെൻഡായി പോകും. അപ്പോൾ പ്രസൻറ്റ്ലി ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതും എനിക്ക് വർക്കായിട്ടുള്ളതായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്സ് മാത്രം ഫോക്കസ് ചെയ്യേണ്ട സമയത്ത് ഒരു പ്ലാനിൽ എപ്പോഴും ക്വാഡ്സ് മാത്രം ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ നടുക്കോട്ട് ഇങ്ങനെ കയറും, എന്നിട്ട് ഇങ്ങനെ ഷോൾഡറിനകത്തോട്ട് കയറ്റി വെക്കും സെൻറ്ററിൽ. എന്നിട്ട് ഞാൻ ഇങ്ങനെ അടച്ചു പിടിക്കും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ബാറിങ് എടുക്കും, പുറകോട്ട് നടന്ന് താഴെ കാണിച്ച സാധനത്തേയും കയറി നിൽക്കും. എന്നിട്ട് ജസ്റ്റ് പാരലൽ വരെ ഇരിക്കും ഇങ്ങനെ പുഷ്. ഇതാണ് നമ്മൾ ചെയ്യാവുന്നത്. അപ്പോൾ ഞാൻ ഒരു 10 ചെയ്യാം. അപ്പം അത് കഴിഞ്ഞ് തീരുമ്പോഴേ റെസ്റ്റൊന്നുമില്ല. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഡംബൽ പുൾ ഓവർ. ഇത് യൂസ് ടു അല്ലാത്തവർ കുറച്ച് ചെറിയ വെയിറ്റ് തുടങ്ങിക്കോ. അപ്പോൾ നമ്മൾ കഴുത്ത് ഇവിടെ കയറ്റി ഇങ്ങനെ വെക്കും. ചിലർ കഴുത്തിൻ്റെ പുറത്തിടും, പെട്ടെന്ന് പെടൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴുത്ത് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പോകണം. അപ്പോൾ സ്ട്രെച്ച് ആകുന്നത് ഇവിടെയാണ്, സെറാറ്റസും ഈ ലാറ്റ്സിൻ്റെ ഏരിയയും ചെസ്റ്റും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു മറ്റേ റിബിൻ്റെ മേളിൽ ഇങ്ങനെ 3 വര പോലെ വരുമല്ലോ, അത് ഇച്ചിരി കൂടി സ്ട്രോങ് ആകും ഇത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന അത്ര എക്സ്റ്റെൻഡ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക. കണ്ണിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ വരെ പൊക്കിയാൽ മതി. 2 നമ്മുടെ ഈ ഒരു പ്ലാനിലെ ഫൈനൽ വർക്കൗട്ട് എന്ന് പറയുന്നത് കാഫ് റൈസസ് ആണ്. കാഫ് റൈസ് ഏത് വേരിയേഷൻ വേണം ചൂസ് ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് 2 സെറ്റ് 20 റെപ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ നെഗറ്റീവ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു 1 2 3 എന്നിട്ട് പുഷ് ചെയ്യാൻ നേരം ചുമ്മാ കാലം കൊണ്ട് പുഷ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഷിൻസ് കൂടുതൽ കയറി പിടിക്കും.
സോ നമ്മളിപ്പോൾ ചെയ്യുന്ന കറക്റ്റ് കാഫ് നമ്മളിങ്ങനെ ബൈസിങ് ടൈറ്റ് ആക്കുക, അതുപോലെ തന്നെ കാഫ് മസിൽ ടൈറ്റ് ആക്കിക്കൊണ്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക. അത് വേറെ കാര്യമുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടം വരെ വന്നിട്ട് ഒന്നുകൂടെ വേണം ലിഫ്റ്റ് ചെയ്ത് വെക്കാം, അങ്ങനെ ഇച്ചിരി കൂടി ഒരു ആക്ടിവേഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഒരു 1 2 3 പുഷ്, ഒന്നുകൂടെ പുഷ് ചെയ്യണ്ടേ, പുഷ് 2 പുഷ് 1 2 3. പിന്നെ തീരെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കുറച്ചും കൂടെ വരും. 1 2 3 പുഷ്, അങ്ങനെ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ 3 day പ്ലാൻ. അപ്പോൾ ഞാൻ ഇനി ചെയ്ത് തീർത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പോണ വഴിയിലും കൂടെ പറയാം. സോ ബൈ കട്ട്. ഇപ്പോൾ നമ്മൾ കോഴി മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ഒരു കാര്യം കൂടെ പറയാം. ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾഡ് സ്കൂൾ ബോഡി ബിൽഡേഴ്സിൻ്റെ ഒത്തിരി ബുക്കുകൾ വായിക്കുമായിരുന്നു. അപ്പം ഫ്രാങ്ക് സൈൻ അല്ലെങ്കിൽ അർണോൾഡ് ഇങ്ങനത്തെ 70s ബോഡി ബിൽഡേഴ്സ് മിക്കരും ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസസ് എന്ന് പറയും. അതായത് ഇപ്പോൾ അടുത്ത വർഷം കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കഴിയുമ്പോഴേ ഒരു മാസം അല്ലെങ്കിൽ ഇത്ര നാളത്തേക്ക് ബ്രേക്ക് എടുക്കും. പക്ഷേ കംപ്ലീറ്റ് ജിമ്മേ ഇല്ല, ഡയറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ബ്രേക്ക് എടുക്കും. ആ ബ്രേക്ക് എടുത്തിട്ട് ഓരോരുത്തർ ഓരോ രീതിയിലാണ് കേട്ടോ. ചിലർ ത്രൂ ഔട്ട് ദ ഇയർ ഈവൻ ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ പോലും അവർ ഡയറ്റ് ഇച്ചിരിയിലും ഫോളോ ചെയ്യും, ചിലരൊന്നും ഫോളോ ചെയ്തില്ല. എന്നിട്ടൊരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും ഒരു 2 day അല്ലെങ്കിൽ 3 day സ്പ്ലിറ്റ് തുടങ്ങും. പിന്നെ അത് 4 day ആക്കും, 5 day ആക്കും. ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സ്ട്രാറ്റജിയാണ്. എന്നാലും ബ്രേക്ക് എടുക്കുന്നൊരു ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് ഫ്രാങ്ക്സൈൻ്റെ ആയിരുന്നു ഈ 3 day സ്പ്ലിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞത്. അപ്പോൾ ആ 3 day സ്പ്ലിറ്റ് എനിക്ക് പോസിബിൾ ആകുന്ന രീതിയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അൾട്ടിമേറ്റ്ലി ദ ക്രെഡിറ്റ് ഗോസ് ടു ഫ്രാങ്ക്സൈൻ. അപ്പം അതാണ് ഈ 3 day സ്പ്ലിറ്റ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി റെസ്റ്റ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതുപോലെ അണ്ടർ ഡെവലപ്ഡ് ആയി കിടക്കുന്നത് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഫോർ ദ മൊമെൻറ്റ് ഞാനിപ്പോൾ 3 day സ്പ്ലിറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. റിക്കവറി ഓൺ പോയിൻ്റ് ആയിട്ട് തോന്നുന്നു. ക്വാഡ്സ് ഒക്കെ നല്ല രീതിയിൽ സെപ്പറേഷൻസ് എല്ലാം സെറ്റായി വരുന്നുണ്ട്. സോ ഇപ്പം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൂടെ എല്ലാത്തിനും കൂട്ടുനിന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, ബൈ.